നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു കേസുണ്ടായി. കുറ്റക്കാരനാണ്, പക്ഷേ ശിക്ഷയില്ല. അങ്ങനെയല്ല സിനു അതിനെ കണ്ടത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ ഒരാൾ പ്രസിഡൻ്റാവുന്നു. യുദ്ധപര്യന്തമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ഒരാളും കുറ്റവാളി എന്ന് കോടതി മുദ്ര കുത്തപ്പെട്ട് അധികാരത്തിലിരുന്നിട്ടില്ല. ട്രംപ് പ്രസിഡൻ്റായിരുന്നെങ്കിൽ കോടതിക്ക് ഈ വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഇമ്മ്യൂണിറ്റി ഉണ്ട്. പ്രസിഡന്റിനെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ട്രംപ് പറയുന്നത് ട്രംപിനെ പരാജയപ്പെടുത്താൻ ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കരുത്, മത്സരിക്കുക പോലും ചെയ്യരുതെന്നുള്ള കണക്കുകൂട്ടലോടെ കെട്ടിച്ചമച്ച ഒരു കേസാണ്. ട്രംപിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണണം. നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലാത്ത, ഇനി നാളെ പറയുമെന്ന് എനിക്കറിയാം, ഇന്ന് പറഞ്ഞിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട, വളരെ ക്ലാരിറ്റിയുള്ള ചില ഇൻഫർമേഷൻസ് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ദർ ഈസ് നോ കേസ്, ദർ വാസ് നെവർ എ കേസ്. അങ്ങനെ ഒരു കേസില്ല, ഒരിക്കലും ഒരു കേസ് ഉണ്ടായിരുന്നിട്ടുമില്ല. പിന്നെ എങ്ങനെ ട്രംപ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു? കോടതി ജസ്റ്റിസ് ജുവാൻ മർക്കാൻറ്റ് എന്ന് പറയുന്ന ന്യൂയോർക്ക് കോടതി ജഡ്ജി ഒരു വലിയ ദയ കാണിച്ചിട്ടുണ്ട്. ട്രംപ് കുറ്റവാളിയാണ്, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നില്ല. അതിന് കാരണം പറഞ്ഞു, അതിവിപുലമായ അധികാരങ്ങളുള്ള പദവിയിലേക്ക് പൗരന്മാർ തിരഞ്ഞെടുത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ്റെ, ആ സീറ്റിൻ്റെ അധികാരങ്ങളിലേക്ക് ഞാൻ കടന്നു കയറുന്നില്ല. പക്ഷേ ട്രംപ് കുറ്റവാളിയാണ്. ശിക്ഷ വേണ്ട, പ്രൊബേഷൻ വേണ്ട, ഫൈൻ വേണ്ട, നിങ്ങൾ കുറ്റവാളിയാണ്, ശിക്ഷയില്ല. പക്ഷേ ട്രംപിനൊരു കുറ്റവാളിപ്പട്ടം ചാർത്തി കൊടുക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ കുറ്റാരോപിതനല്ല, കുറ്റവാളി എന്ന് കോടതി തീരുമാനിച്ച് കോടതി ശിക്ഷ കൊടുക്കാതെ ദയാപൂർവം വിട്ടയച്ച ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് കാണിച്ച് ട്രംപിനെ ചരിത്രത്തിൽ എക്കാലത്തും അപമാനിക്കാനുള്ള ഒരു നീക്കമുണ്ട്. ട്രംപ് പറയുന്നു, ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് പണ്ട് കൊടുത്തത്. ആ കേസ് ന്യൂയോർക്ക് കോടതിയിൽ വന്നു. മെയ് മാസത്തിൽ ആ കേസ് ഉണ്ടെങ്കിൽ ട്രംപിന് മത്സരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈ കേസ് വരുന്നു. 34 ഫെലോണി കോട്ട്സ് ട്രംപിനെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷയ്ക്കെതിരെയാണ് ന്യൂയോർക്കിലെ ഈ ജസ്റ്റിസ് ജുവാൻ മർക്കാൻ്റെ കോടതിയിൽ വരുന്നത്. അതിനെതിരെ ട്രംപ് 10-ാം തീയതി, അതായത് ഇന്നലെ, പ്രസിഡന്റ് സ്ഥാനമായി ചുമതലയേൽക്കുന്നത് ജനുവരി 20-നാണ്. അതിന് 10 ദിവസം മുമ്പ് ഈ വിധി വന്നെന്ന് തുറക്കണം. 10-ാം തീയതി ട്രംപ് കോടതിയിൽ ഹാജരാവണമെന്ന് ജസ്റ്റിസ് ജുവാൻ മർക്കാൻ ഉത്തരവിട്ടിരുന്നു. ട്രംപ് പറഞ്ഞു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓൺലൈൻ വഴിയാണ് പ്രൊസീഡിങ്സ് നടന്നത്. അതിനു മുമ്പ് ട്രംപ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീലിൽ സുപ്രീം കോടതിയുടെ നടപടി ഇന്നലെ വന്നു. 5-4 അനുസരിച്ച് ജഡ്ജിമാർ വിധി പറഞ്ഞു. 5 പേർ പറഞ്ഞു ഈ കേസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 4 പേർ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ 5 പേർ ആരൊക്കെയെന്നറിയോ? അതുകൂടെ അറിയണം. ഇത് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഒന്നുമില്ല. 5 പേർ: ഒന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ്, ആമി കോണി ബാരറ്റിനെ ട്രംപ് നിയമിച്ചതാണ്. ട്രംപിൻ്റെ സ്വന്തം ജഡ്ജിയാണ്. കാരണം അവിടെ അമേരിക്കയിൽ ഇവിടെ ജഡ്ജിമാർ കൂടിയിരുന്ന് 5 പേര് വട്ടം കൂടിയിരുന്ന് മേശയ്ക്ക് ഇരുന്നല്ല ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിൽ ഭരണാധികാരിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അങ്ങനെ ട്രംപ് നിയമിച്ച ആളാണ് ആമി കോണി ബാരറ്റ്. പിന്നെ സോണിയ സ്റ്റോംമെയർ, എലോന കാഗൽ, കേറ്റൻ ദി ജാക്സൺ ബ്രൗൺ, 3 വനിതകളാണ്. അങ്ങനെ ഈ 3 വനിതകളും ഇവർ 3 ലിബറൽ ജഡ്ജസാണ്. ഈ ലിബറൽ ജഡ്ജസിനൂടെ ആമി കോണി ബാരറ്റ് എന്ന് പറയുന്ന ട്രംപ് നിയമിച്ച സുപ്രീം കോടതി ജഡ്ജിയും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സും ചേർന്നു. അങ്ങനെയാണ് 5 പേർ ട്രംപിനെതിരെ വിധി പറയാൻ ജസ്റ്റിസ് ജുവാൻ മർക്കാറിൻ്റെ കോടതിക്ക് അനുമതി നൽകിയത്. ഇതിനെതിരെ ഇപ്പോൾ മേക്ക് അമേരിക്ക ഗ്രാൻഡ് അഗെയിൻ, ട്രംപിൻ്റെ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന മാഗ വലിയ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. ഈ ട്രംപ് നിയമിച്ച ആമി കോണി ബാരറ്റിനെ കുറിച്ച് മാഗയുടെ പ്രതികരണം, കോണി ബാരറ്റ് അല്ല, കൊമ്മി ബാരറ്റാണ്. ക്ലോസറ്റ് ലിബറലാണ് അവരുന്നത്. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇവളെ ഇംപീച്ച് ചെയ്യണം എന്നാണ് മാഗ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇത് കേസുണ്ടായി. കേസിൻ്റെ കഥ ഇങ്ങനെയാണ്. കേസിൻ്റെ കഥ, ഒരു പോൺ സ്റ്റാർ സ്ട്രോമി ഡാനിയൽ എന്ന് പറയുന്ന നീലച്ചിത്രത്തിലെ നടി, പച്ചയ്ക്ക് പറയാം, ഇതിനെ പോൺ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയാം. ഈ പോൺ സ്റ്റാറിനുമായി ട്രംപിന് പണ്ടെന്തോ ബന്ധമുണ്ടായിരുന്നു. ട്രംപ് ആദ്യമായി 2006 തോന്നുന്നു ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഈ ബന്ധം പറയാതിരിക്കാൻ വേണ്ടി ട്രംപ് $130,000 കൊടുത്തു എന്നാണ് കേസ്. അതായത്
ഒരു പരാതിക്കാരിയെ നിശബ്ദയാക്കാൻ വേണ്ടി $130,000 കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കേസുണ്ടായി. ഈ കേസ് പ്രൊസീഡ് ചെയ്തപ്പോഴത്തേക്ക് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴത്തേക്ക് അത് ട്രംപ് എഴുതിയിരിക്കുന്ന ലീഗൽ ചാർജസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പല കേസുകളുണ്ട്. കേസുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വക്കീൽ ഫീസ് കൊടുക്കും, അതിൻ്റെ ചിലവാണ്, അല്ലാതെ കൊടുത്തതല്ല, അങ്ങനെ അന്ന് തെളിയിക്കാൻ തെളിവൊന്നുമില്ല എന്ന തരത്തിലാണ് കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നതും കേസ് നടന്നു പോകുന്നതും. പക്ഷേ കോടതികൾ എന്ത് ചെയ്തു? ട്രംപ് ഇത് അങ്ങനെ ഈ പോൺ സ്റ്റാറിന് അവർ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി, ട്രംപിൻ്റെ പേര് പറയാതിരിക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന തരത്തിലുള്ള പ്രോസിക്യൂട്ടർമാരുടെ ആർഗ്യുമെൻറ്റിനെ ആശ്രയിച്ചാണ് കോടതികൾ നീങ്ങിയത്. അതേക്കുറിച്ച് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഒരു മൂന്നാം ലോക രാജ്യങ്ങളിൽ രാഷ്ട്രീയക്കാരെ അട്ടിമറിക്കാൻ ഇങ്ങനെ ചില നടപടികൾ നടക്കാറുണ്ട്. അമേരിക്കയെ പോലെയുള്ള ഉന്നതമായ പൗരബോധവും സ്വാതന്ത്ര്യബോധവും ജനാധിപത്യ ബോധമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഇത് മൂന്നാം ലോക രാജ്യത്ത് നിന്ന് ഒരു മൂന്നാം ലോക ചവറിൻ്റെ തന്ത്രമാണ്. മൂന്നാം ലോക ചവർ എന്ന് വിളിച്ചത് എനിക്കറിയില്ല, ജസ്റ്റിസ് ജുവാൻ മർക്കാനെയാണോ ഇനി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഈ 5 ജഡ്ജിമാരെയാണോ എന്ന് മാഗ വിളിച്ചതെന്ന് എനിക്കറിയില്ല. അമേരിക്കക്കാർക്കറിയാം, മാഗയ്ക്ക് അറിയാവുള്ളൂ. അതായത് മൂന്നാം ലോക തന്ത്രം ഒരു ചവർ പയറ്റിയതാണ് ഈ കേസ്. അപ്പോൾ ട്രംപ് വീണ്ടും പറയുന്നു, എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള നടപടിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനേ പാടില്ല. കാരണം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട 4 വർഷം ജയിൽ ശിക്ഷയാണ്. 4 വർഷം ജയിൽ ശിക്ഷ കിട്ടിയാൽ ട്രംപ് ജയിലിൽ പോകേണ്ടി വരും. ശിക്ഷിക്കപ്പെട്ടാൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടലായിരുന്നു. എന്നാൽ യഥാർത്ഥ ജൂറി എന്ന് പറയുന്ന ജനങ്ങളാണ്. അവരെന്നെ വിജയിപ്പിച്ച് ചുമ്മാന്നുമില്ല, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയം നൽകിയാണ് എൻ്റെ അമേരിക്കൻ ജനത വിജയിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ട്രംപ് തുടർന്ന് പറഞ്ഞത്, വലിയ അനീതിയാണ് എന്നോട് ചെയ്തത്. ആര്? കോടതി. ശിക്ഷിച്ച കോടതി മാത്രമല്ല, സുപ്രീം കോടതി. ജുഡീഷ്യൽ സംവിധാനത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പം ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി, ട്രംപ് ഇനിയൊരിക്കൽ കൂടി പ്രസിഡന്റ് ആവാതിരിക്കാൻ വേണ്ടി, ട്രംപിനെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച അതേ ശക്തികൾ ട്രംപ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചു. അതിന് ജുഡീഷ്യറിയെ ഉപയോഗിച്ചു, ഞാൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ജുഡീഷ്യൽ സംവിധാനത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയുള്ള ആയുധമാക്കി. അത് ലോഫെയറാണ്. ഇതിനെ എതിർക്കണം. ഇനി മേലിൽ ഉണ്ടാവില്ല ഇത്തരം നടപടികളെന്ന് ഒരാൾക്ക് നേരെയും കോടതികളെ ഉപയോഗിച്ച് ഇത്തരം രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള നീക്കം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കണം. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ജുഡീഷ്യൽ സംവിധാനത്തെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അത് വലിയ പ്രശ്നമാണ്. അമേരിക്കയിൽ മാത്രം, ഇന്ത്യയിലെ പ്രശ്നമല്ലേ? അതെ, ഇന്ത്യയിലെ പ്രശ്നമാണ്. ഇന്ത്യയിൽ നോക്കൂ, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സുപ്രീം കോടതി എത്രയോ തവണ അപ്ഹോൾഡ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വരൂ, ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് ആ മെഷീൻ എടുത്ത് ചെയ്യൂ. ഒരാളും വന്നില്ല. രാഹുൽ ഗാന്ധി പോയില്ല, ആം ആദ്മി പാർട്ടി പോയില്ല. അവർ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം ചെയ്യണം, ഒരു EVM മെഷീൻ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരണം, അന്നേരം ഞങ്ങൾ ശരിയാക്കി തരാം. അത് പറ്റില്ല, നിങ്ങൾ വന്ന് ടെക്നീഷ്യനെ കൊണ്ടുവരും, ഞങ്ങളുടെ മുന്നിലിരിക്കൂ, ഏത് മെഷീൻ വേണം നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഇഷ്ടമുള്ള മെഷീൻ എടുക്കാം, നിങ്ങളുടെ മുന്നിൽ വെക്കാം, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുക. ഒരൊറ്റ ആളും ഇന്നുവരെ അത് സ്വീകരിച്ചിട്ടില്ല. കോടതികളിൽ ഇപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കോടതികളിൽ പോവുക. അവസാനം കോടതി തന്നെ ചോദിച്ചു, ഇതെന്ത് കളി? നിങ്ങൾ ജയിച്ചാൽ വോട്ടിംഗ് മെഷീൻ ഓക്കെ, തോറ്റ് കഴിയുമ്പോൾ വോട്ടിംഗ് മെഷീൻ കുഴപ്പം. ഇത് കോടതിക്ക് അവസാനം സഹിയിട്ട് ചോദിക്കേണ്ടി വന്നു. ഒടുവിൽ മമതാ ബാനർജി എന്താ പറഞ്ഞത്? മമതയുടെ പാർട്ടി പറഞ്ഞില്ലേ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനിൽ തോറ്റെന്ന് സമ്മതിക്കണം, അല്ല മെഷീൻ കേടാണെന്നൊക്കെ പറയുന്ന ഒരു ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കരുതെന്ന് ഈ ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണായ മമതയുടെ പാർട്ടിക്ക് പറയേണ്ടി വന്നു. സ്റ്റാലിന് പറയേണ്ടി വന്നു. കാരണം അവരൊക്കെ ഇലക്ഷൻ ജയിച്ചിരിക്കുന്നു. കാരണം ഈ ഇലക്ഷൻ അട്ടിമറി നടത്തി EVM ഉപയോഗിച്ച് ഏതെങ്കിലും സ്ഥലത്ത് കൃത്രിമമായി വിജയം ഉണ്ടാക്കണമെങ്കിൽ BJP ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് ബംഗാളാണ്. സംശയമുണ്ടോ? ഇല്ല. അത്രമാത്രം പ്രശ്നമുള്ള, അത്രമാത്രം BJPക്കാർക്ക് പ്രവർത്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനമാണ് ബംഗാൾ. മാത്രമല്ല, ബംഗാളിൽ സീറ്റ് എത്രയുണ്ട്? ബംഗാളിൽ അട്ടിമറിച്ചാൽ 3-4 ഡസൻ സീറ്റ് കയ്യിലോട്ട് പോരും. അതെ. അപ്പോൾ ബംഗാളിൽ എന്തുകൊണ്ട് അട്ടിമറിക്കാത്ത? അല്ലെ തമിഴ്നാട്ടിൽ പിന്നെ പോട്ടെ, തമിഴ്നാട്ടിൽ ചെയ്യാത്ത BJPക്ക് സ്വാധീനമില്ല. ബംഗാളിൽ നല്ല സ്വാധീനം ഉണ്ടല്ലോ BJPക്ക്. തമിഴ്നാട്ടിൽ ഇങ്ങനെ മൊത്തം സീറ്റിലും BJP അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ അട്ടിമറിയാണെന്ന് വേണമെങ്കിൽ വാദത്തിനെങ്കിലും കേൾക്കുന്നത്. കാരണം അപ്പോൾ BJP ഇല്ലല്ലോ, എന്നിട്ട് BJP മുഴുവൻ സീറ്റും ജയിച്ചോ എന്ന് സംശയത്തിൻ്റെ സാധ്യതയുണ്ട്. ബംഗാളിൽ അങ്ങനെ ഇല്ലല്ലോ. ബംഗാളിൽ അതിശക്തമായ പാർട്ടിയാണ് BJP. BJPക്ക് എത്ര സീറ്റുണ്ട്? 0-ൽ നിന്ന്
കയറി വന്ന് BJPക്ക് 80-നടുത്ത് അസംബ്ലി സീറ്റുകളില്ലേ. അപ്പോൾ BJPക്ക് അവിടെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാരെ തകർക്കാൻ എതിരാളികൾ കോടതികളെ ആയുധമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് തനിക്കെതിരെയുള്ള നടപടിയെന്ന് ട്രംപ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിലും വളരെ പ്രസക്തമാണ്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അപ്പീലിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രംപിന് ഒരു ക്ഷീണമാണ്. അദ്ദേഹത്തിൻ്റെ വിപുലമായ അധികാരങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നതിന് തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നതിൻ്റെ ഭാഗമായി ഗ്രീൻലാൻഡ് വേണം, മെക്സിക്കോ വേണം, കാനഡ വേണം, പാനമ കനാൽ ഞങ്ങളുടേതാവണം എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വലുതായിട്ടുണ്ട്. അമേരിക്ക തന്നെ ഉണ്ടായത് അവിടുത്തെ തദ്ദേശീയരെ അവിടെ നിന്ന് ഊട്ടി പായിച്ചിട്ടാണ്. അവിടുത്തെ റെഡ് ഇന്ത്യൻസിനെ നമുക്കറിയാം. കാനഡ അങ്ങനെയാണ്. കാനഡയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശവാസികളെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് കാനഡയിൽ വെള്ളക്കാരുടെ ഭരണം വന്നത്. ഏതായാലും അമേരിക്ക ഒരു മഹത്തായ രാജ്യമാക്കണം. ചൈനയേക്കാൾ കൂടുതൽ, റഷ്യയേക്കാൾ കൂടുതൽ വിസ്തൃതിയുള്ള രാജ്യമായിരിക്കണം. ചൈനയേക്കാൾ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ട്രംപിന് കോടതി നിർഭാഗ്യവശാൽ ഒരു ബിരുദം ചാർത്തിക്കൊടുത്തിരിക്കുന്നു. കുറ്റവാളിയാണ്. പക്ഷേ ഞങ്ങളുടെ ദയ കൊണ്ട് ജയിലിൽ പോയില്ല. അതൊരു വലിയ അപമാനഭാരം തന്നെയാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പകയോടെ പെരുമാറുന്ന ആളാണ്. അതുകൊണ്ട് ഈ വിധി ട്രംപിന് സംഘടിപ്പിച്ചു കൊടുത്ത ആളുകളോട് ട്രംപ് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് ജനുവരി 20 കഴിയുമ്പോൾ ലോകം ഒരുപക്ഷെ മനസ്സിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.